കീരിയും പാമ്പും പോലെ ആയിരുന്നു അയൽപ്പക്കക്കാരായ ഇലവരശവും മണിയും. രണ്ടുപേരുടെയും മക്കൾ സുഹൃത്തുക്കളാണെങ്കിലും അച്ഛന്മാർ തമ്മിൽ വലിയ ശത്രുതയിലാണ്. ഇവരുടെ വീടുകളുടെ ഇടയിലായി ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ഇലവരശിന്റെ മകൾ സൗമ്യയുടെ കല്യാണമാണ് അടുത്ത ദിവസം. കല്യാണത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റായ ജീവയാണ്. ഇലവരശുവിന്റെ വീട്ടിൽ കല്യാണത്തിരക്ക് നടക്കുമ്പോൾ അയൽവാസിയായ മണിയുടെ അച്ഛൻ ചെല്ലപ്പൻ മദ്യപിച്ച് അവശനിലയിലാവുകയും മരിക്കുകയും ചെയ്യുന്നു. ഇതോടെ ജീവ ധർമ്മസങ്കടത്തിലാകുന്നു. കല്യാണ വീട്ടിലെ പാട്ടും ബഹളവും നിർത്തിവെക്കാൻ ജീവ ആവശ്യപ്പെടുന്നു. മണിയുടെ അച്ഛന്റെ ശവസംസ്കാരം രാവിലെ 10:30 നടത്തണമെന്ന് മണി വാശി പിടിക്കുന്നു. കൃത്യം അതേ സമയത്താണ് ഇലവരശിന്റെ മകളുടെ കല്യാണ മുഹൂർത്തവും. ജീവ ഇതിൽ ഇടപെടുന്നുണ്ടെങ്കിലും മണി വഴങ്ങുന്നില്ല. ജീവയുടെ എതിരാളിയായ തവിട് ഈ അവസരം മുതലെടുത്ത് പ്രശ്നങ്ങളെ വഷളാക്കാൻ ശ്രമിക്കുന്നു. ഈ ബഹളങ്ങൾക്കിടയിൽ വരനും കൂട്ടരും ഗ്രാമത്തിലെത്തുന്നു. പ്രശ്നങ്ങൾ കാരണം മണവാട്ടി സൗമ്യയും വരനും വലിയ ടെൻഷനിലാകുന്നു. കല്യാണ പെണ്ണായ സൗമ്യ തന്നെ ശല്യം ചെയ്ത ഒരാളെ ഓടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു കുഴിയിൽ വീഴുന്നു. എന്നാൽ അവൾ ഒളിച്ചോടി പോയെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നു. ഒടുവിൽ വരനായ കന്യപ്പനും ജീവയും ചേർന്ന് അവളെ കണ്ടെത്തുന്നു. അതേസമയം ഇലവർഷവും മണിയും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. ചെല്ലപ്പന്റെ ആൾക്കാർ കല്യാണ പന്തലിലേക്ക് ബോംബ് എറിയുന്നു. സംഘർഷത്തിനിടയിൽ വാട്ടർ ടാങ്കിന് മുകളിൽ വെച്ച് ബോംബ് പൊട്ടുകയും ടാങ്ക് തകർന്ന് താഴേക്ക് വെള്ളം വീഴുകയും ചെയ്യുന്നു. ടാങ്കിലെ വെള്ളം കുത്തിയൊലിച്ച് 2 വീടുകളിലേക്കും വെള്ളം കയറുന്നു. ചെളിയിൽ മണിയുടെ അച്ഛന്റെ മൃതദേഹവും കല്യാണ പന്തലും മുങ്ങിപ്പോകുന്നു. ജീവൻ മുൻകൈയെടുത്ത് മൃതദേഹം വൃത്തിയാക്കുന്നു. പോലീസ് വന്ന് ഇലവരശുവിനെയും മണിയെയും അറസ്റ്റ് ചെയ്യുന്നു. ഈ നാട്ടിലെ പ്രശ്നങ്ങൾ മടുത്ത് സൗമ്യയും കന്യപ്പിനെ വിവാഹം കഴിക്കാനായി അവിടെ നിന്ന് പോകുന്നു.